GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് മുരളി ഗോപി എഴുതിയ ഏറ്റവും പുതിയ ചിത്രമാണ് അനന്തൻ കാട്. ആര്യ, ഇന്ദ്രൻസ്, വിജയരാഘവൻ, ശരത് അപ്പാനി തുടങ്ങി ഒട്ടേറെ താരങ്ങൾ, സുനിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ അഭിനയിച്ച ഒരു പടമാണ് ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞതിന് മുന്നേ GN കൃഷ്ണകുമാറിന് തൊട്ട് മുന്നേ ഉള്ള സിനിമ ടിയാൻ ആയിരുന്നു. ടിയാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് എന്നിവർ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ഒരു വലിയ സിനിമയായിരുന്നു, പക്ഷേ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയ ഒരു മൂവിയായിരുന്നു. അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ചിത്രവുമായിട്ട് ഈ ഒരു കൂട്ടുകെട്ട് വന്നത്, അനന്തൻ കാട്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു എന്താ പറയുന്നത്, ഒരു തമിഴ് പുലി അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ്, ആ ഒരു എവല്യൂഷൻ അത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയും കാര്യങ്ങളുമാണ്. അത്യാവശ്യം നല്ല ബ്ലഡ് ഷെഡഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പ്ലസ് ഈ സിനിമയിൽ ആവശ്യത്തിലധികം എന്താ പറയുന്നത് പച്ച തെറികളൊക്കെ എന്താ ബീപ്പ് സൗണ്ട് ഇല്ലാതെ തന്നെ കേൾപ്പിക്കുന്നുണ്ട്. ഒരു പച്ചയായ എഴുത്താണ് മുരളി ഗോപിയുടെ എഴുത്തെന്ന് പറയുമ്പം പുള്ളിയുടെ ആ ഒരു എഴുത്തും ആ ഒരു എന്തോ ഡയലോഗ്സിലുള്ള ഒരു ഗാംഭീര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ സിനിമയിലെ ആദ്യം പെർഫോമൻസ് വൈസ് നമുക്ക് കാര്യങ്ങൾ പറയാം. ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. പുള്ളി ഓരോ ദിവസം പുള്ളിയുടെ സമയമാണിത്. അതായത് ഒരു കാലഘട്ടം, അതായത് പുള്ളി ഏതോ ഒരു കാലഘട്ടം മുതൽ മലയാള ചിത്രത്തിലുള്ള ഒരു മനുഷ്യനാണ്. അന്ന് മുതൽ നമ്മളെ ചിരിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ തമാശകളും ചിരിപ്പീരും പരിപാടിയും ഒക്കെ ആയിട്ട് വന്നിരുന്ന ഇന്ദ്രൻസ് ഉണ്ടോ അവിടെ ചിരിക്കാൻ എന്തെങ്കിലും കാണുമെന്നുള്ള പരുവത്തിൽ നിന്ന് അദ്ദേഹം തിരികെ വന്ന് ഇരുത്തം വന്നിട്ടുള്ള ഒരു നടനെ ഹോം എന്ന് പറയുന്ന ചിത്രത്തിലും അതിനുശേഷം വന്നിരിക്കുന്ന ഓരോ പടങ്ങളിലും അദ്ദേഹം വ്യത്യസ്തമായ വേഷങ്ങൾ, നമ്മുടെ എന്താ പറയുക, നമ്മളെ കണ്ണ് നനയിക്കാനും നമ്മളെ ഇമോഷണലി അത്യാവശ്യം അടുപ്പിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഇന്ദ്രൻസ് ഈ പടത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും നല്ല സുന്ദരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വർഷങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക്, കാരണം മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു അവസ്ഥയാണ്. ഇനി അടുത്ത ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാം, ശരത് അപ്പാനി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിലാണ് നമ്മൾ ഈ അപ്പാനി ശരത്തിനെ നമ്മൾ കാണുന്നത്. ഒരു ഒന്നൊന്നര ക്യാരക്ടറുമായിട്ട് വന്ന അപ്പാനി ശരത്ത് പിന്നീട് ആ സിനിമയ്ക്ക് ശേഷം ഒരു നല്ല ക്യാരക്ടറിനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. കിട്ടാതെ ഇരുന്ന് ഒരു നല്ല ക്യാരക്ടർ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു വെഡ്ഡിയും പുകയും ക്യാരക്ടറാണ് അപ്പാനി ശരത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ വിജയരാഘവന്റെ ക്യാരക്ടർ ഒരു പൊളിറ്റീഷ്യനാണ്. നമുക്ക് സിനിമ കാണുമ്പോൾ ഉറപ്പായിട്ടും ഇദ്ദേഹം ഏതെങ്കിലും ഇപ്പോൾ ഉള്ള ഒരു പ്രമുഖനായ പൊളിറ്റീഷ്യനുമായിട്ട് സാമ്യമുണ്ടോ എന്നുള്ള തോന്നലുകളൊക്കെ നമുക്ക് ഉളവാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ആര്യയുടെ റോള്, അതായത് ഈ സിനിമ ഒരു പ്രത്യേക പറയാനാണെങ്കിൽ മലയാളം, തമിഴ് എന്നീ ഭാഷകൾ മിക്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം തമിഴ് പുലികൾ അല്ലെ തമിഴുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പറയാനാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു തരത്തിലാണ് ഈ സിനിമയുടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിനിമയാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഫീമെയിൽ ക്യാരക്ടേഴ്സ് നിഖില വിമല് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സുനിലിനെ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ കണ്ടതേ ഉള്ളൂ, പെപ്പയുടെ ഒരു മൂവിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുനിൽ എന്ന് പറയുന്ന ആളും ഇതിൽ ഗംഭീരമായ സിനിമയാണ് ഇതിനകത്തുണ്ട്. പിന്നെ സിനിമയിലുടനീളം അത്യാവശ്യം സ്റ്റണ്ടും കാര്യങ്ങളും ഉണ്ട്. ബ്ലഡ് ഷെഡഡ് മൂവിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ഗുണ്ടകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഇതൊരു പ്രത്യേകതരം പൊളിറ്റിക്സ് ആണ്. അതായത് നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ചിലത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്, ഈ സിനിമയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസവും പഠനവും ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഇതും, അതിനുശേഷം ഇന്ന കാര്യങ്ങളുണ്ടെങ്കിലാണ് ഒരു ഇതുള്ളതെന്നൊക്കെ പറയുന്നത്. അത് എന്നാന്ന് വെച്ചാൽ അത് സിനിമ കണ്ട ആളുകൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് വിദ്യാഭ്യാസവും ഇവരും ഉണ്ടെങ്കിലല്ലേ ഒരു ഇതുണ്ടാവുള്ളൂ. ഇതിൽ ഒരു വേറൊരു രീതിയിലാണ് പറയുന്നത്. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണുക എന്നുള്ളത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ അത് അങ്ങനെ തന്നെ വേണം. പിന്നെ ഇതിൻ്റെ DOPയും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. മ്യൂസിക് വൈസ് കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. ആ സിനിമയുടെ ഒരു പിക്ചർ, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഘടനയ്ക്കനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പം എനിക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് കഴിഞ്ഞപ്പം ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് എവിടെയെങ്കിലും ഒരിച്ചിരി വലിവും കാര്യങ്ങളും കഥ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു രീതിയായിരിക്കും. എനിക്ക് ശകലം ഇടയ്ക്ക് ലാഗ് ഫീൽ ചെയ്തായിരുന്നു. ശകലം ലാഗൊക്കെ എനിക്ക് ഫീൽ ചെയ്തു, ഓപ്പണായിട്ട് പറയാവില്ല. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ അങ്ങനെ നീങ്ങി പോവുകയാണ്. സാഗർ സൂര്യയിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. സാഗർ സൂര്യയിൽ തുടങ്ങി സാഗർ സൂര്യയിൽ തന്നെ എൻഡ് ചെയ്യുന്ന പോലെയൊക്കെ, അതാണ് ഒരിടത്ത് തുടങ്ങി ഒരു പോയിന്റിൽ തുടങ്ങി ആ ഒരു പോയിന്റിൽ തന്നെ ചെന്ന് തീരുന്ന ഒരു രീതിക്കാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഒരു തീവ്രവാദ സംഘടനയെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെ
ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഞാനിപ്പം ഏകദേശം പറയണല്ലോ. അത് ഈ പറയുന്നത് പോലെ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയായിട്ട് തന്നെ കാണുക. നമ്മൾ ഈ പറയുന്ന ഹിന്ദിയിലൊക്കെ വരുന്ന അത് മറ്റൊരു പടമാണ്. ദുരന്തർ എന്നൊക്കെ പറയുന്ന സിനിമ നമുക്ക് കണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കാണിക്കുന്ന മാരകമായിട്ടുള്ള ബ്ലഡ് ഷെഡഡ് പരിപാടി ഇല്ലപ്പെട്ട നമ്മൾ മാർക്കോ കണ്ടാണ്. അതിന് ദുരന്തർ തന്നെ പറയാം. ദുരന്തറിൽ എന്തുമാത്രം ബ്ലഡ് ഷെഡഡ് പരിപാടികളാണ് നമ്മൾ കണ്ടത്. തലയടിച്ച് പൊളിക്കുന്നതൊക്കെ പച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ കാണുന്ന ആളുകൾ എന്താ പറയുന്ന ഈ സിനിമയും കാണും. ഇതിലും ബ്ലഡ് ഷെഡ് പരിപാടികളുണ്ട്. പിന്നെ മാതാപിതാക്കൾ കുട്ടികൾ ഒരു അണ്ടർ 13 അല്ലെങ്കിൽ ഇതിനകത്ത് 18+ ആണോ എനിക്ക് തോന്നുന്നു, അണ്ടർ 13 ഏജിലുള്ള കുട്ടികളുമായിട്ട് തൽക്കാലം എത്താതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു തോന്നലാണ്. കാരണം ഈ ചോരക്കളം പ്ലസ് പച്ചയ്ക്ക് തെറി പറയുന്ന കാര്യങ്ങൾ അതൊന്നും വലിയ സീൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് വരാം. സിനിമ എന്ന് പറയുമ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാനാണ്. കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ഞാനൊരു എക്സംഷൻ പറഞ്ഞത്. അപ്പം എന്തായാലും ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ഈ സെറ്റുകളൊക്കെ കാണുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്, ഞാൻ ഈ സിനിമയുടെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് സെറ്റ് ഇട്ടതുപോലത്തെ ഒരു ഫീല് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നെ സ്റ്റണ്ടിൻ്റെ സമയത്താണെങ്കിൽ പോലും കുറച്ച് ഈ പ്രോപ്പർട്ടീസ് അടിച്ചു പൊളിക്കുന്ന കലമൊക്കെ അടിച്ചു പൊളിക്കുന്ന അല്ലെങ്കിൽ ഒരു അടിച്ചു പൊളിക്കുന്ന സീനിൽ നമുക്ക് കാണുമ്പം ഈ തെർമോക്കോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോൺട്രവേഴ്സീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ സിനിമയിൽ. കാരണം ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു വിവാദം കൊളുത്താനുള്ള സാധ്യത ഈ സിനിമയിലുണ്ട്. പിന്നെ മുരളി ഗോപി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിലങ്ങുകളൊന്നും ഇല്ലാതെ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ ഞാൻ എഴുതുന്ന സാധനം അത് സിനിമയാക്കണം. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്ന എഴുത്തുകാരൻ മരിച്ചതായിട്ട് കണക്ക് കൂട്ടാം എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് പുള്ളിക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പുള്ളിയുടെ ആശയങ്ങൾ പുറത്തേക്ക് ആളുകളിൽ എത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറ്റത്തില്ല, നീ ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ എന്നിലെ എഴുത്തുകാരൻ തീർന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ശരിയാണ്, അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ഇത്രയും പച്ചയായിട്ട് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. നമുക്കറിയാം ലൂസിഫർ, എമ്പുരാനൊക്കെ പോലെയുള്ള സിനിമകൾ എഴുതിയിട്ടുള്ളതാണ്. വലിയ പടങ്ങൾ എഴുതാനായിട്ട് ഭയങ്കര ഇതുള്ള സെൻസും അതിനുള്ള എബിലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. പിന്നെ ഈ പടം എങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം കൂട്ടിച്ചേർന്ന് വരുമ്പോൾ ഒരു നല്ല ഒരു പാകമായ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകളൊക്കെ ചെയ്ത് വലിയൊരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമുക്ക് കിട്ടണം. ആ ഒരു ഫീല് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കിട്ടി. കുറേ ഭാഗങ്ങളെന്നല്ല, ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലാണ് ഞാൻ ഈ ചില 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തെ ഇത്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് പറഞ്ഞെന്ന് തോന്നുന്നു, അത് തന്നെ വിദ്യാഭ്യാസവും ഇതും കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് ആളുകൾ സിനിമ എന്ന് പറയുന്നത് സിനിമയായിട്ട് കാണുക. പിന്നെ നമ്മൾ ട്രെയിലറിൽ കണ്ടിരിക്കുന്നതാണ് കാര്യങ്ങൾ. ആര്യ ഇതിനകത്ത് മികച്ച രീതിയിൽ ആര്യയുടെ കാര്യം ആദ്യമേ ഒന്ന് പറഞ്ഞായിരുന്നു. തമിഴിൽ നിന്നും അദ്ദേഹം അതായത് എനിക്ക് തോന്നുന്നു പണ്ട് ഉറുമി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇത്രയും നെടുനീളൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമയിലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഓക്കെയാണ്. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് എല്ലാ വശങ്ങളും കൂടെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ആണ്, ഞാൻ സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുക. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം, ഞാനെന്ന വ്യക്തി തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. സിനിമ ഇങ്ങനെയാണ്, അവിടെ കുഴപ്പമുണ്ട്, ഇത് കുഴപ്പമില്ല, അങ്ങനെ എനിക്ക് ഓരോരോ പോയിന്റ് വൈസ് പോയിന്റ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സിനിമ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. സിനിമ എന്ന് പറയുന്നത് ഒരു റിവ്യൂ കണ്ടതിന് ശേഷം അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ റിവ്യൂ കണ്ടതിന് ശേഷം തീരുമാനിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കണ്ടതിന് ശേഷം തീരുമാനിക്കും എന്നാൽ പോണ്ടയോ എന്നുള്ളൊരു തീരുമാനങ്ങളുണ്ട്. അങ്ങനെ തീരുമാനിക്കാതെ അവനവന് സിനിമ കാണണമെന്ന് തോന്നുവാണെങ്കിൽ പോയി കാണുക, അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഇങ്ങനെ ഒരു ചാനലുള്ളത് കൊണ്ട് ഞാനൊരു അഭിപ്രായം പറയുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പം എന്തു തന്നെയാണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെയൊക്കെ വന്നാലേ ഉള്ളൂ മുന്നോട്ട് സിനിമകൾ ചെയ്യുമ്പോഴും ഓരോരുത്തർക്കും നമുക്ക് ഇവരെ ഒന്നും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആളുകളല്ല. അത്രയും സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഇവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല.
അത്രയും കഴിവും സാമർഥ്യമുള്ള എഴുത്തുകാരും സംവിധായകരും പ്ലസ് അഭിനേതാക്കളുമാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ പറയാം, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവരും അനന്തൻകാട് തിയേറ്ററിൽ പോയി കാണുക, ആ സിനിമയെ വിജയിപ്പിക്കുക. താങ്ക് യു.